ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടൈം വിത്ത് ശ്രീ. പാളങ്ങളിലൂടെ ചക്രങ്ങൾ താളത്തിൽ ഉരുണ്ടു നീങ്ങുമ്പോൾ മനസ്സിലൊരു പ്രത്യേക വല്ലാത്ത ശാന്തതയാണ്. സ്ക്രീനുകളുടെ തിളക്കത്തിലേക്കും ഡിജിറ്റൽ ലോകത്തിന്റെ ബഹളങ്ങളിലേക്കും കണ്ണു നട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കാൻ ഇതിലും നല്ലൊരു യാത്രയില്ല. ജനലരികിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണു തുറക്കുന്ന പച്ചപ്പും കടന്നു പോകുന്ന കാഴ്ചകളും ഓരോ ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും നമ്മളിലേക്ക് തന്നെ മടങ്ങിയെത്താൻ. മൊബൈൽ ഫോണിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ നേരിട്ട് കണ്ടു തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് യാത്രകൾ നൽകുന്ന ശാന്തത. ആ യാത്ര ചെന്നു നിൽക്കുന്നത് ഗുരുവായൂരെന്ന പുണ്യഭൂമിയിലാണ്. അതിരുകളില്ലാത്ത തിരക്കും വാഹനങ്ങളുടെ ആ നീണ്ട നിരയും കാണുമ്പോൾ അല്പം പ്രയാസം തോന്നാം. പക്ഷേ ആ യാത്ര ചെന്നു നിൽക്കുന്നത് ഗുരുവായൂരിലെ അനന്തമായ ശാന്തതയിലേക്കാണെന്ന് ഓർക്കുമ്പോൾ ആ കാത്തിരിപ്പും മനസ്സിന് ഒരു മനോഹരമായ അനുഭവമായി മാറുന്നു. ഇതാണ് നമ്മൾ ഒരു രാത്രി ചെലവഴിച്ച റൂം. പണ്ടെങ്ങോ കേട്ട മന്ത്രാചാരങ്ങളുടെ പവിത്രതയും കളഭത്തിന്റെ തുളസിയുടെയും സുഗന്ധവും കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഒരിടം. ഗുരുവായൂർ എന്നാൽ കേവലം ഒരു ക്ഷേത്ര നഗരം മാത്രമല്ല, എണ്ണമറ്റ മനുഷ്യർ തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനകളാക്കി സമർപ്പിച്ച് മനസ്സ് നിറയെ ആശ്വാസവുമായി മടങ്ങുന്ന ഒരു തീർത്ഥാടനമാണ്. ഗുരുവായൂർ യാത്രയിൽ മനസ്സിന് സമാധാനം മാത്രമല്ല, നാവിനും ഒരു ദിവ്യമായ അനുഭൂതിയുണ്ട്. ഇവിടുത്തെ പാൽപായസം ഒരു കവിൾ കുടിക്കുമ്പോൾ തന്നെ അറിയാം, അത് വെറുമൊരു മധുരമല്ല, കൃഷ്ണഭക്തിയുടെ പവിത്രമായ പ്രസാദമാണ്. ഇതിവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ, നല്ലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗുഡ് മോർണിംഗ് ഫ്രം ഗുരുവായൂർ എന്നാണ് കേട്ടോ. ആൻഡ് ഗുരുവായൂർ പോയിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചില്ലെങ്കിൽ മോശമല്ലേ? ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി നിന്ന് മനസ്സിന് പൂർണ്ണമായ വിശ്രമവും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഗുരുവായൂർ എന്നും വലിയൊരു തണലാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.